Okay. Good afternoon, Shahana. Okay. ഷഹനോട് മാത്രം ഗുഡ് ആഫ്റ്റർനൂൺ പറയാൻ കാരണം ഷഹന മാത്രമേ ക്ലാസ്സിലുള്ളൂ. ഓക്കെ. അയ്യോ ഞാൻ മാത്രം. അതെ, ഷഹന മാത്രമേ ഉള്ളൂ. ഷഹനയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ മാത്രം മിസ് ക്ലാസ് എടുക്കണ്ടോ? ഒരാളെ ക്ലാസ്സിലുള്ളൂ, ഞാനും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നു ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ചിലപ്പോ ഓക്കെ എങ്ങനെയാണ് ക്ലാസ്സിൽ? ഓക്കെ ആണോ? ക്ലാസ് എടുക്കണോ? ഓക്കെ ആണ് മാം, എടുത്തോളൂ. എടുക്കാകാം. ഓക്കെ, കുറച്ച് നോട്ട്സ് ചെയ്താ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എവിടെ വെച്ചാണ് സംസാരിച്ചേ? ഫുഡോ ഫുഡ് ഹാവോ ഏതായിരുന്നു എക്സ്പ്രഷൻ? couldn't have. ഏതായിരുന്നു? couldn't ഫുഡിന്റെ അല്ലേ? അപ്പൊ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ, നോട്ട്സ് കണ്ടിന്യൂ ചെയ്യൂ. അടുത്തൊരു എക്സ്പ്രഷൻ എഴുതാം. നിങ്ങളുടെ മറ്റ് ക്ലാസ്സുകള് പോർഷൻസ് എങ്ങനെയാണ്? കംപ്ലീറ്റ് ഏകദേശം കവർ ആയിട്ടുണ്ടോ? തേർഡ് മൊഡ്യൂള് ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 1 or 2 ചാപ്റ്റർ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ 4th മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണ്? ഇംഗ്ലീഷ് ക്ലാസ് വേണം വേണ്ട എന്ന് എന്റെ ഒപ്പീനിയൻ ഉണ്ടോ? വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാട്ടോ. ടീച്ചേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ എടുക്കും. എന്താണോ എന്തെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഇപ്പോഴാണോ മാം വേണോ വേണ്ടിയോ എന്ന് ചോദിച്ചത്? ഈ ക്ലാസ് എടുക്കണം മാം. അങ്ങോട്ട് ഇംഗ്ലീഷ് ഓക്കെ ആണോ? ക്ലാസ്സിൽ പൊതുവെ സ്ട്രെങ്ത് കുറവാണേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ്. എനിക്ക് ഓക്കെയാണ് മാം. നിങ്ങൾക്ക് എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? എന്താ മാം? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻഫോം ചെയ്ത് നോക്കൂ. ഇംഗ്ലീഷ് ക്ലാസ് വേണോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ. ഓക്കെ, ക്ലാസ്സിൽ പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറവാണ്. അതെന്താണ് എന്നറിയില്ല. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യാണ്ടാണോ അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതൊന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. എനിക്ക് എന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മളിത് മെയിൻ ഇംഗ്ലീഷ് ഇപ്പോൾ ബാച്ചില്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്തിരിക്കാൻ കാരണം ആ ഒരു സ്കില്ല് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. കാരണം ക്ലാസ്സിൽ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ, ആരും സംസാരിക്കുന്നില്ല എങ്കിൽ പിന്നെ സ്കില്ല് ഡെവലപ്പ് ആകുന്നത് പോസിബിൾ അല്ല, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത്. അതായത് തിയറീസ് മാത്രം എഴുതിക്കൊണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയോണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? സംസാരിക്കണം. പൊതുവെ ക്ലാസ്സിൽ സ്ട്രെങ്ത് കുറവാണ്, അത് മാത്രമല്ല സംസാരിക്കുന്നവരും കുറവാണ്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ. എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് ആവശ്യമാണോ ഇല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യൂ. അങ്ങനെ എന്നോടൊന്ന് പറയൂ, ഞാനത് സാറിനെ ഇൻഫോം ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഏതാ? വുഡ് ഹാവ്. Would you have plus V3? Subject plus would you have plus V3? Okay, subject plus would you have plus V3. Would you have means വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. Would you have practice like that? എനിക്ക് അങ്ങനെ അവരെപ്പോലെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, അതുപോലെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. I would have practice like that. I would have practiced like that. Then I would have been a police officer. A police officer ആകാമായിരുന്നു. I would
അവിടെ ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ. ഇവിടെ ഹാവ് ബീൻ വരാൻ കാരണം അതൊരു നൗൺ ആണ് അല്ലെ. കാരണം നമ്മൾ ഐ വുഡ് ഹാവ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് മീൻസ് അതൊരു വെർബ് ആണ്. സോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്തു. സെക്കൻഡ് എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്ത് നൗൺ ആണ്, അതുകൊണ്ടാണ് അവിടെ ബീൻ വരാൻ കാരണം കേട്ടോ. അവിടെ ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഓഫീസർ ആകാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് അവിടെ വരാൻ. ഓക്കെ, അതാണ് ആ ബീൻ വരാൻ കാരണം. ക്ലിയർ? മാം ഒന്നുകൂടി പറയാവോ? ഐ വുഡ് ഹാവ് പ്രാക്ടീസ്ഡ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. ഓക്കെ, വുഡ് എന്താണ്? ഐ വിൽ, എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ, ചെയ്യും. വിൽ എന്താ പറഞ്ഞ ഫ്യൂച്ചറിൽ വരുന്ന ഒരു മോഡൽ വേർബ് ആണ് വില്ല്, അതിന്റെ പാസ്റ്റ് ആണ് വുഡ്. വുഡ് മീൻസ് പാസ്റ്റ് ആയതുകൊണ്ട് ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് വരും. അപ്പൊ ഐ വുഡ് ഹാവ് പ്രാക്ടീസ് ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ് വരാം. ഓക്കെ, നമുക്കിവിടെ കുഡും യൂസ് ചെയ്യാം. കുഡ് യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. കുഡും യൂസ് ചെയ്യാം, കുഡും യൂസ് ചെയ്യാം. ഓക്കെ, ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ്ങാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? Subject plus feel like plus verb ing. Feel like അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊരു മീനിങ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു, അതൊരു ടെമ്പററി ആണ്. ഇറ്റ്സ് നോട്ട് എന്താണ് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. എനിക്കെങ്ങനെ ചെയ്യാമായിരുന്നു അറ്റ് ടൈം, ഏതൊരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ് അല്ലെ. എനിക്ക് ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഐ ഫീൽ ലൈക്ക് ഐ ഫീൽ ലൈക്ക് സിംഗിങ്. എനിക്ക് പാട്ട് പാടാൻ തോന്നുന്നു. പാട്ട് പാടാൻ അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു, പാട്ട് പാടിയേ കൊള്ളാമായിരുന്നു എന്ന് കൊള്ളാമെന്നുണ്ട് എന്നൊരു തോന്നലാണ് ഇപ്പൊ. അപ്പൊ ഐ ഫീൽ ലൈക്ക് സിംഗിങ് എന്ന് പറയാം. ഐ ഫീൽ ലൈക്ക് സിംഗിങ്, ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്, ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് ഫീൽ ലൈക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ ടെമ്പററി ആക്ഷൻ അല്ലെങ്കിൽ ടെമ്പററി തിങ്കിങ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? സബ്ജക്ട് പ്ലസ് റിമെമ്പർ പ്ലസ് verb പ്ലസ് ing. അങ്ങനെ ചെയ്തതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്തതായിട്ടും പ്രവർത്തിച്ചതായിട്ടൊക്കെ ഓർക്കുന്നു. ഐ റിമെമ്പർ സീയിങ് യു സംവെയർ, ഞാൻ എവിടെയോ നിന്നെ കണ്ടതായി ഓർക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ്ങിലാണ് വരാം കേട്ടോ. ഐ റിമെമ്പർ സീയിങ് യു സംവെയർ, ഞാൻ എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നു, എവിടെയോ നിന്നെ കണ്ടതായിട്ട് ഓർക്കുന്നു. I remember hearing this song once. ഞാൻ ഒരിക്കലും എവിടെയോ ഈ പാട്ട് കേട്ടതായി ഓർക്കുന്നു. നെഗറ്റീവ് പറയാം കേട്ടോ. I don't remember staying with him. ഞാൻ അവരുടെ കൂടെ നിന്നാലും എനിക്ക് ഓർമ്മയില്ല. I don't remember staying with him. ഓർക്കുന്നില്ല. അപ്പൊ ആ രീതിയിലും നെഗറ്റീവ് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ,
Next expression is subject plus is or not plus used to plus verb ing or noun. നമുക്ക് verb ആണെങ്കിലും noun ആയിട്ട് അവിടെ യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് പരിചയമുണ്ടോ എന്ന ചോദ്യമാണേ. ചോദ്യമല്ല, അങ്ങനെ ചെയ്ത് പരിചയമുണ്ട് എന്ന് പറയാനാണ്. ഓക്കെ, I'm used to working hard. I'm used to working hard. They are used to getting a ball. They are used to getting a ball. Expression. നമ്മൾ ഇത്രയും നേരം വെർബിനെ കുറിച്ച് കണ്ടത്. ഇനിയിപ്പോ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവിനെ കുറിച്ച് ഞാൻ പറയാം. Subject plus use plus adjective. Okay, you look tired. It looks old. They look confused. അതായത് നമ്മൾ അപ്പിയറൻസിനെ കുറിച്ച് പറയാം. നമുക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നും. ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ, അയാളെ കണ്ടിട്ട് കുറച്ച് ടയർഡ് ആയിട്ട് തോന്നുന്നു എന്ന് പറയില്ലേ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആ ടയർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ്, അയാളെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് സബ്ജക്ട് പ്ലസ് ലുക്ക് പ്ലസ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? Next ഏതാ? Subject plus scene plus adjective. See, അങ്ങനെ തോന്നുന്നു, അങ്ങനെ തോന്നുന്ന ഒരു മീനിങ്ങിലാണ് സീൻ വരാം. The problem seems much complicated. The problem seems much complicated. Complicated ആണെന്ന് തോന്നുന്നു. He seems well read and widely traveled. അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ നന്നായിട്ട് വായിക്കുന്നതും കുറച്ച് നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നു. ആണ് അവിടെ വരാം കേട്ടോ.
next subject plus field plus adjective. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫീൽ മീൻസ് തോന്നുക തന്നെയാണ്. അങ്ങനെ തോന്നുന്നു നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥ പറയുമ്പോ ഐ ഫീൽ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്ന ഫീൽ ഡിസ്കംഫർട്ടബിൾ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യം അല്ലെ. ഐ ഫീൽ ടൈറ്റ്, they feel dissatisfied. ഓക്കെ, അപ്പൊ ആ ഇതിലൊക്കെ നിങ്ങൾ ഫീൽ പറയും. നേരത്തെയും നമ്മൾ ഫീൽ വെച്ച് പറഞ്ഞു, അത് വെർബ് വെച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ ഇത് അഡ്ജക്റ്റീവ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സ്പ്രഷൻ ഇല്ല. Let's have plus a noun. Let's have a cup of tea. Let's have a cup of tea. Let's have a glass of water. Okay, ആ ഒരു മീനിങ്ങിലാണ്. അതുപോലെ തന്നെ ക്യാൻ ഹാവ് ആഡ് ചെയ്യാവുന്നതാണ്. സബ്ജക്ട് പ്ലസ് ക്യാൻ ഹാവ് പ്ലസ് നൗൺ, അതും പറയാം. ക്യാൻ ഹാവ് വെച്ചിട്ടും പറയാം. വേണമെങ്കിൽ ആവാം, മീനിങ് ഇതൊക്കെ തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് ഇവിടെ. You can have a cup of tea. She can have a job in my career. Then next subject should have plus noun. പെട്ടെന്ന് എക്സ്പ്രഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് വേറെ പോർഷൻസിലേക്ക് പോകാം. Should have means ആവശ്യമാണ് എന്ന് എഴുതുകയാണ്.
noun ആണ് വരാം, ഇവിടെ verb അല്ല. So you should have an aim. ഒരു aim ആവശ്യമാണ്. You should have a good leader. You should have some manners. അടുത്ത എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. മസ്റ്റ് ഹാവ് ബസ് നൗൺ. ഇതൊക്കെ നൗൺ ആണ്. നമുക്ക് നേരത്തെ എല്ലാം വെർബ് ആണെങ്കിൽ ഇതെല്ലാം നൗൺ ആണ്. മസ്റ്റ് എന്ന് പറയുമ്പോൾ നിർബന്ധമായും എന്നാണ്. ഇത് ആവശ്യമാണെങ്കിൽ എന്താണെങ്കിൽ ഷുഡ്, ആവശ്യമാണെങ്കിൽ എന്നാണെങ്കിൽ ഇത് മസ്റ്റ് എന്ന് പറയുമ്പോൾ നിർബന്ധമായും എന്നാണ്. We must have a cup of tea. Same example തന്നെ must have വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. You must have a good leader. You must have a good library. Okay. Another expression is the subject plus look like plus noun. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ. You look like a film star. ഇതിനെ കണ്ടിട്ട് ഫിലിം സ്റ്റാറിനെ പോലെ തോന്നുന്നു അറിയില്ലേ? ആ ഒരു എക്സ്പ്രഷൻ ആണ് വരുന്നത്. You look like a film star. Now you look like a man of 60 years old. Sometimes you look like a fool. Subject plus sound like plus noun. അടുത്ത എക്സ്പ്രഷൻ ആണ് കേട്ടോ. സംസാരം കേട്ടിട്ട് സൗണ്ട് കേട്ടാൽ അങ്ങനെ തോന്നുന്നു എന്നൊരു മീനിങ്ങിലാണ് വരുന്നത്. അതിന്റെ മീനിങ് എങ്ങനെയാ? ആ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു. സൗണ്ട് മീൻസ് കേൾക്കുക അല്ല, ആ സംസാര രീതി, ആ ശൈലി കേട്ടിട്ട് അങ്ങനെ തോന്നും. ആ വർത്താനം, ആ ഒരു വേ ഓഫ് ടോക്കിംഗ് അങ്ങനെ തോന്നുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് വരാം. It sounds like a fraud. She sounds like a fraud. എന്ന് കേട്ടിട്ട് fraud ആയിട്ട് തോന്നുന്നു പറയുന്നത്.
The like it sounds like my son. Shikanada one. Okay, Mr. Miser. Miser means Pishikan. Pishikan ആണ് meaning വരാം. Another expression is subject plus seem to be plus noun. മറ്റൊന്നിനോട് സാദൃശ്യം തോന്നുന്നു. Okay. He seems to be a man of strong caliber. Meaning Miser mean okay ഇതിന്റെയാണോ subject plus seem to be plus noun. അങ്ങനെ തോന്നുക തന്നെയാണ്. He seems to be a man of strong caliber. കുറച്ച് strong caliber ഉള്ള ഒരു man ആയിട്ട് തോന്നുന്നു എന്നൊരു meaning ആണ് വരുന്നത്. They seem to be experts in this profession. അടുത്തൊരു എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Subject plus has or have been plus എന്നാണ് നമ്മൾ ടേൺസ് എടുത്തപ്പോ പഠിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ പറയുന്നത്. ഹാസ് എ ഹാവ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ വാസ്തവികം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹാസ് ഓർ ഹാവ് ബീൻ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലേ? ഇപ്പോ എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. We have been close friends since our childhood. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലെ? അതായത് പാസ്റ്റില് തുടങ്ങി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നതാണ്. He has been with us for a long period. നെഗറ്റീവ് കേട്ടോ. You have never been confident in your work. ഇവിടെ നമുക്ക് നെഗറ്റീവ് പറയുമ്പോൾ നെവർ ബീന് മുന്നേ അറിയാം. യു ഹാവ് നെവർ ബീൻ കോൺഫിഡന്റ് ഇൻ യുവർ വർക്ക്. മനസ്സിലായോ? അങ്ങനെയാണ് നെഗറ്റീവ്.
ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫിനിഷ് our expressions. Expressions കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മൂവ് ഓൺ അതർ പോർഷൻ. ഓക്കെ, എല്ലാവരും കറക്റ്റ് ടൈമിലാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലാസ് എത്ര സ്റ്റുഡൻസ് ആയല്ലോ. ഞാൻ കേറുമ്പോ ഞാനും ഷഹനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് എടുക്കണോ വേണ്ടയോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് പറയാവോ എല്ലാവരും? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇംഗ്ലീഷ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ എന്ന് ആഗ്രഹമുണ്ടോ? അല്ല, നമുക്ക് ഇവിടെ വെച്ച് മിസ് ഇത്രയൊക്കെ മതി എന്നാണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് പറയാമോ? ഷഹന, അൻസി, റംഷീന, സുഹാന, ഷാലിനി, ഷഹ്മ, പറയൂ. കണ്ടിന്യൂ ചെയ്യണം മാം. കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. സോ കണ്ടിന്യൂ ചെയ്യണമെന്ന് സംസാരിക്കണ്ടേ? നമ്മുടെ തിയറീസ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്രഷൻസ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് റിപ്പോർട്ട്, സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ എടുക്കാം. പിന്നെ കുറച്ച് ഫ്രേസസും കൂടെ നമുക്ക് കവർ ചെയ്യാം. അതോടുകൂടി നമ്മുടെ എന്തായാലും നമ്മുടെ തിയറീസ് പാർട്ട് കംപ്ലീറ്റ് ആകും. അതിനുശേഷം നമുക്ക് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ അത് സംസാരിക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഓക്കെ, സോ നമുക്ക് എക്സ്പ്രഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കാം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാം. സംസാരിക്കുന്ന ഇടയിൽ നിങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഓർമ്മ വരില്ല കേട്ടോ. സോ നമ്മളുടെ പോർഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇതുവരെ എടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും എന്തായാലും എന്തൊക്കെ നമ്മൾ എടുത്ത് നൗൺ, പ്രോണൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, ടെൻസ്, വെർബ്, then എക്സ്പ്രഷൻസ്, ഡെയിലി സെന്റൻസ്, അതെല്ലാം നമ്മൾ എടുത്തു കവർ ചെയ്തല്ലേ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഇതുവരെ ഇന്ന് വരെ എടുത്ത പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരോടും കൂടിയാണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയും. അത് ഞാനിങ്ങനെ മനസ്സിലാക്കും. പിന്നെ അതിൽ എന്താണ് അർത്ഥം? മനസ്സിലാക്കും. ഓക്കെയാണ്. പഠിക്കാം കേട്ടോ. നോട്ട് തരേണ്ടത് എന്റെ കടമയാണ്. പഠിക്കേണ്ട നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ പഠിക്കാം, മാക്സിമം പഠിക്കാൻ നോക്കാം. അടുത്ത പോർഷനിലേക്ക് പോകണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? പോവാം. അപ്പോ വെയിറ്റ് ചെയ്യൂ, ഞാൻ നോട്ട് തന്നിട്ടെ. ഇംഗ്ലീഷ് എക്സാമിന് വരുന്നില്ലല്ലോ, അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് പഠിക്കാന്നുള്ള ഒരു നിലപാടിലാണുള്ളത്. അതെ, നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. എന്നാലോ ജോലിക്ക് ഏറ്റവും ആവശ്യമുള്ള ലാംഗ്വേജ് കൂടിയാണ് ഇംഗ്ലീഷ്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാവർക്കും ഭയങ്കര ആഗ്രഹങ്ങളൊക്കെയാണ്. നല്ലൊരു ജോലി വേണം, ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകണം, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം, അല്ലെ? അത്യാവശ്യം സാലറിയുടെ ഹൈ സാലറി ജോലി വേണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം, ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. പക്ഷെ ഇതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലെ? ഇപ്പോഴും എക്സാമിന് ഇംഗ്ലീഷ് ഇല്ലല്ലോ, സോ അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്നില്ല. അതിനൊരു മട്ടാണ്, മണ്ടത്തരാണ് കേട്ടോ. ഇനി പഠിച്ചിട്ട് നിങ്ങൾ എന്താ പഠിക്കുക? ഒരു ജോലിയൊക്കെ കിട്ടി നമുക്ക് സെറ്റ് ആവണ്ടേ, അല്ലേ? എല്ലാവരും ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? അപ്പൊ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണ്ടേ നമ്മള്? വേണ്ടേ? ഇതിനു വേണ്ടി പഠിക്കൂ. വേണം. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പഠിച്ചിട്ടേ പാസ്സാകാൻ കഴിയുള്ളൂ. എന്നിട്ടല്ലേ ജോലി നോക്കാൻ പറ്റൂ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇവിടെ പഠിച്ചെന്തായാലും പാസ്സാകാതിരിക്കില്ല, അല്ലെ? നമ്മൾ എല്ലാവരും പഠിച്ചാൽ പാസ്സാകും. സ്പീച്ച് വീഡിയോ കാണാറുണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കേണ്ട ഇതേപോലെ കാണുന്നതും കേൾക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതെനിക്കറിയാം. ഇംഗ്ലീഷിൽ പറയുന്നതാണെങ്കിലും കേൾക്കുന്നതാണെങ്കിലും എഴുതാനാണെങ്കിലും നിങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷെ സംസാരിക്കാൻ അതിന്റെ ബുദ്ധിമുട്ട്, അല്ലെ? ആ ഒരു
അത് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? വേണോ? വേണം. മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണ്ടേ? എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ ചെയ്യാ? സ്കില്ല് ഡെവലപ്മെന്റിനാണ് കോഴ്സിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആരെങ്കിലും സ്കില്ല് ഇംപ്രൂവ് ആകുന്നുണ്ടോ? ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ആകുന്നുണ്ടോ? പറയൂ. ഒരാൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഒരാൾക്കില്ല. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ ചെയ്യണമെങ്കിലോ എന്നാണ് ഇംപ്രൂവ് ആവുന്നേ അല്ലെ? ഇപ്പൊ സ്മാർട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല, മിസ് കുറെ ക്ലാസ് എടുത്തിട്ടുണ്ട്, നോട്ട്സ് എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? എനിക്ക് നോട്ട്സ് തരാനേ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ട് പറയും എന്ന് പറയാനേ പറ്റുന്നുള്ളൂ. ഇരുന്ന് പറയേണ്ട സംസാരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ, അല്ലേ? അല്ലാതെ നിങ്ങൾ സംസാരിക്കോ? അപ്പൊ എന്നെ കുറ്റപ്പെട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, എന്റേതായ ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നോട് പോലും മര്യാദ സംസാരിച്ചിട്ടേ ഇല്ല. ഏറ്റവും രസം എന്താണെന്ന് അറിയോ? ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, HA ആണെങ്കിലും MT ആണെങ്കിലും ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ സംസാരിക്കാത്ത ഒരു ബാച്ച് ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് നിങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഓക്കെ, വേറൊരു ബാച്ചും ഇങ്ങനെയല്ല, എല്ലാവരും സംസാരിക്കും, നല്ല കംഫർട്ടബിൾ ആണ്, എല്ലാവരും നല്ല ചില്ലിങ് ആണ്. പക്ഷെ നിങ്ങൾ മാത്രം എത്ര സംസാരിക്കാൻ ഞാൻ നോക്കിയാൽ നിങ്ങൾ മാത്രം എടുക്കുന്നില്ല. കൊള്ളാം, നല്ല ബാച്ചാണ്. ബാച്ച് 30 ഞാൻ ഒരിക്കലും മറക്കില്ല. സംസാരിക്കുന്ന ബാച്ചിനെയും മറക്കില്ല, സംസാരിക്കാത്ത ബാച്ചിനെയും മറക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ വെച്ചത് കൊണ്ട് കാര്യമില്ല. അതും ആഗ്രഹം വെച്ചുകൊണ്ട് കുറെ വീഡിയോസ് കണ്ടത് കൊണ്ടും നോട്ട്സ് എഴുതിയത് കൊണ്ടും അപ്പോ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ട് കാര്യമില്ല. അപ്പൊ സംസാരിക്കണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്താലേ പറ്റൂ, അതായത് ഒരിക്കലും പറ്റില്ല കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മടി ഉണ്ടല്ലോ, കോൺഫിഡൻസ് ഇല്ലായ്മ, അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത്, വേറൊന്നും അല്ല. ഓക്കെ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ആ ഒരു ചിന്തയാണ്. ക്ലാസ്സിൽ ഇപ്പൊ സംസാരിച്ചാലല്ലോ എല്ലാവരും കേൾക്കുമല്ലോ ഞാൻ സംസാരിക്കുന്നത്, ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴും എല്ലാവരും കേൾക്കുമല്ലോ, അപ്പോ അത് മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാതെ. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സംസാരിക്കില്ല. കാരണം എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ തെറ്റാണ് പറയാം. അതെപ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റാ പറയാം. ഓക്കെ, അതിപ്പോൾ ഇവിടെ വെച്ചാണെങ്കിൽ പോലും അതല്ലേ നല്ലത്. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം എന്തിനൊക്കെ സംസാരിച്ചു തുടങ്ങും. ശരിയല്ലേ ഞാൻ പറയുന്നത്? മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? അതിൽ പോലും ട്രൈ ചെയ്യൂ, പക്ഷെ ട്രൈ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല, അറിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാം. എനിക്ക് തിയറീസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി എല്ലാം ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് സെഷൻ ആണ് ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ആരും സംസാരിക്കാൻ വില്ലിങ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എത്രത്തോളം ഞാൻ ടോപ്പിക് തന്നാലും ഞാൻ എങ്ങനെയൊക്കെ സംസാരിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ സംസാരിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എന്ത് ക്ലാസ് എടുക്കണം എന്ന് പറയാമോ? ഇനി എടുക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഫ്രേസൽ വെർബ്, അങ്ങനെ കുറച്ച് ഗ്രാമറിനെ ബേസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് നിങ്ങൾക്ക് സംസാരിക്കാം. കമ്മ്യൂണിക്കേഷന്, അതായത് ലാംഗ്വേജ് സ്കില്ലിന് അത് അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ല ഇനി എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലാംഗ്വേജ് സ്കില്ലിന് ഇമ്പോർട്ടന്റ് ആയതും സംസാരിക്കാൻ അത്യാവശ്യമായതും ആയ കുറെ കാര്യങ്ങൾ ഞാൻ ഇതുവരെയും എടുത്തും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടെൻസ് ആണെങ്കിലും എക്സ്പ്രഷൻസ് ആണെങ്കിലും ഡെയിലി സെന്റൻസ് ആണെങ്കിലും. ഇനി എടുക്കാൻ പോകുന്നത് എല്ലാവരും തിയറി ബേസ് ചെയ്താണ്. അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ വരാണെങ്കിൽ, PSC എക്സാംസ് ഒക്കെ വരാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതുമാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല.
അപ്പൊ എന്താ ഇനി ചെയ്യാൻ ഞാൻ ആ പോർഷൻസ് എടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യണോ? എന്ത് ചെയ്യണം പറയൂ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഒന്നും പറയാനില്ല. ബിസിനസിന് ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നാണോ? അങ്ങനെയാണോ? കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ നല്ലത്. മറ്റതിന് ഇമ്പോർട്ടന്റ് ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങള്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുന്നത് ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലെ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജോയിൻ ചെയ്യുമോ? ചെയ്യോ? ഞാൻ നിങ്ങളത് കുറ്റം പറയുന്നതല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഞാൻ പറയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. നിങ്ങൾ ക്ലാസ്സിൽ കയറുമോ? ആലോചിച്ച് നോക്കിയേ. ജോയിൻ ചെയ്യുമോ നിങ്ങള്? സത്യം പറയൂ. ബി ഓണസ്റ്റ്. ഓൺലൈൻ ആയതുകൊണ്ട് കയറാൻ സാധ്യതയുണ്ട്, അങ്ങാതിരിക്കാലോ. ഓക്കെ, കയറിയാൽ നിങ്ങൾ സംസാരിക്കോ? അതേപോലെ മിണ്ടാതിരിക്കും. അപ്പൊ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കോ? ആ 1 മണിക്കൂർ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാൻ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇനി എന്താ ചെയ്യാ ഞാൻ? പറയൂ. അങ്ങനെ ആരും സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ടീച്ചറിന് കംപ്ലീറ്റ് ചെയ്യാൻ നിർത്തിവെക്കാം. വെരി ഗുഡ്. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ ടോപ്പിക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അല്ലെ? എത്രയോ പ്രാവശ്യം ടോപ്പിക് പ്രസന്റേഷന് വേണ്ട അത് ഞാൻ വെച്ചു. ടോപ്പിക്കിന് ഇപ്പൊ തരാതെയായി, പ്രസന്റേഷൻ ഇല്ലാണ്ടായി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. ഇനി അഥവാ പറ്റുന്നില്ല, നമ്മൾ സംസാരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ സ്പീച്ച് അറിഞ്ഞിരിക്കുക. എന്തായാലും ഗ്രാമർ നമ്മൾ പഠിച്ചു, പിന്നെ കൂടെ നമ്മൾ പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഡയറക്ട് സ്പീച്ച് ആക്റ്റീവ് വോയിസ് എടുക്കാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യാം എന്നോട്. മലയാളം ഓക്കെ ആണ്. ഇംഗ്ലീഷ് ആണ് പ്രശ്നം ആണോ? മലയാളത്തിൽ ചോദിക്കൂ. അപ്പൊ മലയാളത്തിൽ സംസാരിക്കാം കുറച്ചു നേരം. ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും കേട്ട് പഠിക്കെങ്കിലും ചെയ്യാലോ. അറിയുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഓ അങ്ങനെ. അതെ, എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? യൂട്യൂബ് ചാനലില്ലേ? യൂട്യൂബ് ഉണ്ടല്ലോ. എല്ലാവരും വീഡിയോസ് കാണുന്നവരാണ്. എല്ലാവരും എത്ര വീഡിയോസ് കാണും? ഷോർട്സ് അല്ലേ ഇപ്പൊ മാറ്റുള്ളത്? എന്തോ ഷോർട്സ് അല്ലേ യൂട്യൂബിൽ ഫസ്റ്റ് വരുന്നത്, അപ്പൊ അതിങ്ങനെ സ്ക്രോൾ ചെയ്യും, അത്ര. ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമായിട്ട് ഇംഗ്ലീഷ് വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അത് കുറച്ചായി. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇല്ല, എന്നാലും ഒരു കാണും, കുറച്ച് കാണും, തോന്നുമ്പോ അങ്ങനെ കാണും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ കിട്ടും. പിന്നെ ഇതൊരു കണ്ടിന്യൂഷൻ ഇല്ലാതാവുമ്പോഴേ അവിടെ മുറിഞ്ഞു പോവാണ്. കണ്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കണ്ടോണ്ട് മാത്രമല്ല, കേട്ടു അതിന്റെ കൂടെ പറഞ്ഞു നോക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. കാണാൻ മാത്രല്ല. അതേമാതിരി ഇപ്പോ വീട്ടുകാരോടൊക്കെ പറയും. അതെന്താണെന്നറിയോ? ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മള് ഇംഗ്ലീഷ് കേൾക്കുന്നത് അവര് പറയുന്നതാണ്. നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് ആ ഒരു ഫ്ലുവൻസി പോലും കിട്ടില്ല. മനസ്സിലായോ? ഒരിക്കലും ഒരു വേർഡ് നമ്മൾ കറക്റ്റ് ആയിട്ടല്ല പറയുന്നത്. ഞാൻ എപ്പോഴും മിക്ക ക്ലാസ്സിൽ ഞാൻ പറയാറില്ല, നമ്മുടെ പ്രൊണൗൺസിയേഷൻ തന്നെ കറക്റ്റ് ആണ്. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെ? അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ടോൺ, അല്ലാതെ നമുക്ക് ആ വരുന്ന ഫ്ലുവൻസി, ഇതൊക്കെ വരുന്ന അറിയണമെങ്കിൽ നമ്മൾ സംസാരിച്ചു നോക്കണം. ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ഒന്നും കിട്ടില്ല, പണ്ടത്തെ കേട്ടുള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് കറക്റ്റ് അവിടെ ഫ്ലുവൻസിൽ വരാം. കുറച്ച് ടൈം എടുക്കും, കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും. ഇനി എന്നാ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ റെഡി ആയിട്ട് വരും.
ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ മതി. ഓക്കെ മാം. ഓക്കെ, പൊട്ടത്തിട്ട് ആയിക്കോട്ടെ. ചിലപ്പോൾ ഒരു ടോപ്പിക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, എന്തും ആവാം. അഥവാ നിങ്ങൾ സംസാരിക്കാൻ വീലിംഗ് അല്ല എങ്കിൽ ഞാൻ ക്ലാസ്സിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാം. സന്തോഷം. അതുകൊണ്ട് Okay, so thank you all. See you in the next class. Okay, bye. താങ്ക് യു മാം. Thank you, ma'am.